സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ വീണ്ടും നടപടി. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയുടെ പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട പോസ്റ്റാണ് നീക്കം ചെയ്തത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ പോസ്റ്റ് ഇത്തരത്തിൽ നീക്കം ചെയ്തതിന്റെ കാരണമായി എന്താണ് വിശദീകരിക്കുന്നത് ബൽറാം? ഉന്മേഷ് പ്രവിത, ഈ പോസ്റ്റ് നീക്കം ചെയ്യുന്നതിന് അത്തരത്തിലൊരു വിശദീകരണം അഭിജിത് ദീപ്കയ്ക്ക് നൽകിയിട്ടില്ല. നിയമപരമായ കാരണങ്ങളെ തുടർന്ന് ഈ പോസ്റ്റ് നീക്കം ചെയ്യുന്നു എന്ന പതിവ് സന്ദേശം, അത് ചട്ടവിരുദ്ധമായ ഉള്ളടക്കം ഉള്ള വീഡിയോകളോ അല്ലെങ്കിൽ സന്ദേശങ്ങളോ പങ്കുവയ്ക്കുമ്പോൾ അത് സ്വയം നീക്കം ചെയ്യുന്ന ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ നടപടിയുടെ ഭാഗമായുള്ള സന്ദേശം മാത്രമാണ് അഭിജിത് ദീപ്കയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വീഡിയോ ആയിരുന്നു അഭിജിത് ദീപ്കെ ഈ CJPയുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നത്. ആ വീഡിയോ സന്ദേശത്തിൽ ഏതാണ്ട് 1 മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ആ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമായും സമീപകാലത്ത് CBSE പരീക്ഷ, 12ാം ക്ലാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ പരാതികളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഡൽഹി സ്വദേശിയായ വേദാന്ത് എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് മാറിപ്പോയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമായിരുന്നു ആ വീഡിയോ സന്ദേശത്തിൽ. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അത് നീക്കം ചെയ്യുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല, വിശദീകരണങ്ങൾ അഭിജിത് ദീപ്കയ്ക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് തൻ്റെ പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുന്നത്? അത് കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതുകൊണ്ടാണോ അല്ലെങ്കിൽ വേദാന്തിൻ്റെ വിഷയം ഉന്നയിച്ചതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് അഭിജിത്ത് ഉന്നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ CJP കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ഉയർന്നു വരുന്ന ആരോപണമാണ് വൈദേശിക ശക്തികളുടെ പ്രേരണയെ തുടർന്ന് ഉണ്ടാകുന്ന നീക്കമാണ് എന്നുള്ളത്. എന്നാൽ അതിൽ ഒരു വിശദീകരണവുമായി CJP വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ ഫോളോവേഴ്സിന്റെ 94%-ലധികവും ഇന്ത്യക്കാർ തന്നെയാണ് എന്ന് വ്യൂവർഷിപ്പ് ഡാറ്റ സഹിതമുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ കഴിഞ്ഞാൽ പിന്നീട് UK-യിൽ നിന്നാണ് അത് 1% മാത്രമാണ് വ്യൂവേഴ്സ് ഉള്ളത്. മറ്റു വ്യൂവേഴ്സ് ആകട്ടെ നാമമാത്രമായ 1%-ലും താഴെയുള്ള ഫോളോവേഴ്സ് മാത്രമാണ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളത്. സമാനമായി തന്നെ തങ്ങളുടെ വ്യൂവേഴ്സും ഇന്ത്യക്കാർ തന്നെയാണ് ബഹുഭൂരിപക്ഷവും എന്നാണ് CJP അവകാശപ്പെടുന്നത്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.